ഇന്ന് നമ്മുടെ യാത്ര അതിമനോഹരമായിട്ടുള്ള ഒരു തുരുത്തിലേക്കാണ്, ഒരു ദ്വീപിലേക്കാണ്. ആൻറ്റിക് സ്റ്റോൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഓട്ടോയിൽ കയറി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ചെറിയ ചെറിയ ഇടവഴിയിലൂടെയാണ് ഓട്ടോ പോയത്. അങ്ങനെ അവസാനം ഞങ്ങൾ ധർമ്മടം ബീച്ച് പാർക്കിലെത്തി. ഇതാണ് കേട്ടോ എൻട്രി പോയിന്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത അവിടെ നിന്ന് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അന്ന് അവിടെ ഫ്ലവർ ഷോയും നടക്കുന്നുണ്ടായിരുന്നു. പാർക്ക് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ അതോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ബീച്ച് അതിമനോഹരമാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബീച്ച് വിസിറ്റ് ചെയ്യണം. ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പച്ചത്തുരുത്തുണ്ട് കേട്ടോ, ധർമ്മടം തുരുത്ത്. അത് ഏകദേശം 2 ഹെക്ടർ വിസ്തീർണമുള്ള ഒരു ദ്വീപാണ്. ഓക്കെ, ധർമ്മടം കടപ്പുറത്ത് നിന്നും ഏകദേശം 100 മീറ്റർ ദൂരത്തായിട്ടാണ് ഈ ദ്വീപിൻ്റെ സ്ഥിതി. തെങ്ങുകളും അതുപോലെ പല ചെടികളും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുള്ള ഒരു ദ്വീപായതുകൊണ്ട് തന്നെയാണ് ഇതിന് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് തൊട്ടടുത്തായിട്ടാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ആ ബീച്ചിൽ നിന്നും ഈ ഒരു തുരുത്ത് കാണാനും സാധിക്കും. സാഹസിക വിനോദയാത്രയ്ക്കൊക്കെ യോജിച്ച സ്ഥലം കേട്ടോ ധർമ്മടം തുരുത്ത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, ഡേഞ്ചറസ് ബോർഡും വെച്ചിട്ടുണ്ട്. വേലിയിറക്കത്തിൻ്റെ സമയത്ത് ദ്വീപിലേക്ക് കടലിലൂടെ നടന്നു പോകാൻ സാധിക്കും. ഓക്കെ, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ദ്വീപ് സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള എൻട്രിയിൽ ചെറിയൊരു റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ദ്വീപല്ല, ഇപ്പം അത് കേരള സർക്കാർ ഏറ്റെടുത്തെന്നും ഇവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടോ. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടുത്തെ ആളുകൾ അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. ധർമ്മപട്ടണം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ മുൻപുള്ള പേര്. അത് പിന്നെ ലോപിച്ചിട്ടാണ് ധർമ്മടം എന്ന പേരായത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദ്വീപെല്ലാം കണ്ട് യാത്ര തിരിച്ചു. ഓക്കെ, ബൈ, താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ, താങ്ക് യു.